വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. സർക്കാരിന്റെ തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യൻ വിദ്യാർത്ഥികളെയാകും. അടുത്ത വർഷം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 2,70,000 ആയി കുറയ്ക്കാനാണ് ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങൾക്ക് നൽകും. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ട്രെയിനിംഗ് മേഖലകളിലാകും ഏറ്റവും കൂടുതൽ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. അടുത്തിടെ ഓസ്ട്രേലിയയിൽ കുടിയേറ്റം റെക്കോർഡിലെത്തിയിരുന്നു. ഇതോടെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും കുറഞ്ഞു. അതിനാൽ തന്നെ കുടിയേറ്റം കുറയ്ക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. വിദേശ വിദ്യാർത്ഥികൾ കൂടുതലായി അടുത്തിടെ രാജ്യത്തേക്ക് എത്തിയിരുന്നു. കുടിയേറ്റം ലക്ഷ്യമിട്ടാണ് ഹ്രസ്വകാല കോഴ്സുകൾ പഠിക്കാനായി വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തെത്തുന്നത്. ഇവരുടെ വരവ് കോവിഡിന് ശേഷം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പുതിയ തീരുമാനം വലിയ തിരിച്ചടിയാകും. സന്ദർശക വിസയിലെത്തിയവർക്ക് ഇനി കാനഡയിൽ ജോലി പെർമിറ്റിന് അപേക്ഷിക്കാനാവില്ല. കോവിഡ് കാലത്ത് നിലവിൽ വന്ന നയം നിർത്തലാക്കിയിരിക്കുകയാണ് കാനഡ. 2020 ഓഗസ്റ്റിൽ കോവിഡ് സമയത്ത് അതിർത്തി അടച്ചതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത സന്ദർശകരെ സഹായിക്കുന്നതിനായിരുന്നു ഈ നയം. താൽക്കാലിക താമസക്കാർക്ക് കാനഡ വിടാതെ തന്നെ ജോലി പെർമിറ്റിന് അപേക്ഷിക്കാനാകുമായിരുന്നു. കൂടാതെ പെർമിറ്റ് കിട്ടുന്നതുവരെ ജോലി ചെയ്യാനും കഴിയുമായിരുന്നു. അടുത്ത ഫെബ്രുവരിയിൽ പെർമിറ്റ് നയം പിൻവലിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഉടനെ തന്നെ നയം റദ്ദാക്കാനാണ് കനേഡിയൻ ഗവൺമെന്റിന്റെ തീരുമാനം. താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനും ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ നടത്തിപ്പ് സുഗമമാക്കുകയും ചെയ്യാനാണ് പുതിയ തീരുമാനം. അതേസമയം ഓഗസ്റ്റ് 28 മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിക്കുമെന്നും കാനഡ വ്യക്തമാക്കി. ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണ നടപടികൾ പുരോഗമിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകും ഇത്. ഖത്തർ അമീർ അംഗീകാരം നൽകിയ സ്വദേശിവൽക്കരണ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസം തികയുമ്പോൾ പ്രാബല്യത്തിൽ വരും. ഇതോടെ സ്വകാര്യ കമ്പനികളിലെ വിവിധ തസ്തികകളിലെ ജോലികൾ സ്വദേശികൾക്കായി പരിമിതപ്പെടുത്തും. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക, സ്വദേശി മാനവ വിഭവശേഷി കൂടുതലായി ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ വിഷൻ 2030ന്റെ ഭാഗമായാണ് പുതിയ നിയമം നടപ്പാക്കുന്നത്. ഖത്തരി വനിതകൾക്കും കൂടുതൽ തൊഴിലവസരം കിട്ടും. പുതിയ നിയമത്തിന്റെ കീഴിൽ രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്ഥാപനത്തിന്റെ നിലവാരം, തൊഴിലാളികളുടെ എണ്ണം എന്നിവയെ അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങളെ തരംതിരിച്ച് തൊഴിൽ ദേശസാൽക്കരണ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതോടെ ഇന്ത്യക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത്. 8 ലക്ഷം ഇന്ത്യക്കാരാണ് ഖത്തറിലുള്ളത്. ഇതിൽ 4.5 ലക്ഷത്തോളം പേർ മലയാളികളാണ്. ഇതിലധികം പേരും സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. സ്വദേശിവൽക്കരണം നടപ്പിലാകുമ്പോൾ ഇവരിൽ അധികം പേർക്കും തൊഴിൽ നഷ്ടമാകും. കുവൈറ്റിൽ 8 ലക്ഷം പ്രവാസികൾക്കാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളത്. ഡിസംബർ 31 വരെയാണ് പ്രവാസികൾക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അവസരം ലഭിക്കുന്നത്. രാജ്യത്തെ സ്വദേശികളും പ്രവാസികളും നിശ്ചിത സമയത്തിനുള്ളിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിസംബർ 31 വരെയാണ് പ്രവാസികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. ഇതുവരെ 10,68,000 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇനി 8 ലക്ഷം പ്രവാസികൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. സെപ്റ്റംബർ 30 വരെയാണ് സ്വദേശികൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള കാലാവധി അനുവദിച്ചിരിക്കുന്നത്. ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്കും അംഗപരിമിതർക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സർക്കാർ സേവനങ്ങൾ നിഷേധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യക്കാരുടെ വിദേശ യാത്രകൾ വർദ്ധിക്കുകയാണ്. ആഗോള ഡെസ്റ്റിനേഷനുകളിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് UAE, തായ്ലാന്റ് എന്നീ രാജ്യങ്ങൾ. പട്ടായ, ജിദ്ദ, അൽമാട്ടി ഇന്ത്യക്കാരുടെ വിദേശയാത്രാ പട്ടിക നീണ്ടുകിടക്കുകയാണ്. അന്താരാഷ്ട്ര യാത്രകൾ താരതമ്യേന പ്രയാസരഹിതമായിരിക്കുകയാണിപ്പോൾ. എന്നാൽ ഇന്ത്യക്കാരുടെ ചോയ്സിൽ മുന്നിലുള്ളത് UAE യും തായ്ലാന്റുമാണ്. USA, സിംഗപ്പൂർ, ഇന്തോനേഷ്യ,
എന്നീ രാജ്യങ്ങളും ഇന്ത്യക്കാരുടെ പ്രിയ പട്ടികയിലുണ്ട്. താങ്ങാവുന്ന നിരക്കിൽ യാത്രകൾ സാധ്യമാകുന്നുവെന്നതും മാത്രമല്ല, ചെലവാക്കാനുള്ള മടിയെല്ലാം മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക്. 2023 ജൂൺ മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. 32% മുതൽ 37% വരെ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന ആദ്യ 10 രാജ്യങ്ങളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് യാതൊരു മാറ്റവുമില്ലെന്നതും മുൻവർഷത്തെ അപേക്ഷിച്ച് മാറ്റമില്ലാതെ തുടരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് കംബോഡിയ. ഇന്ത്യക്കാരുടെ വരവ് ഈ വർഷം 4 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാര മേഖലയുടെ ശക്തമായ വളർച്ച തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും വലിയ സാധ്യതകളാണ് നൽകുന്നത്. തായ്ലാന്റ്, സിംഗപ്പൂർ, കംബോഡിയ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര വിപണിക്കും ഇത് ഗുണകരമാണ്. ഇന്ത്യൻ വിപണിയെ പ്രയോജനപ്പെടുത്തുന്നതിന് ഈ വർഷം ആദ്യമായി കംബോഡിയ ഇന്ത്യ ടൂറിസം വർഷം ആചരിച്ചിരുന്നു. വിനോദം, യാത്ര തുടങ്ങിയവുമായി ബന്ധപ്പെട്ട എക്സിബിഷനുകളും സംഘടിപ്പിച്ചു. കംബോഡിയയും ഇന്ത്യയും തമ്മിലുള്ള ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് കംബോഡിയൻ ടൂറിസം മന്ത്രാലയം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം 68,836 ഇന്ത്യൻ സഞ്ചാരികൾക്ക് കംബോഡിയ ആതിഥേയത്വം വഹിച്ചു. 2019 ഇന്ത്യയിൽ നിന്ന് 75,000-ലധികം സന്ദർശകരാണ് കംബോഡിയയിലെത്തിയത്. ഈ വർഷം ആദ്യ 6 മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കംബോഡിയയിലേക്ക് വന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ഏകദേശം 33,000 ആയിരുന്നു. ഒരു വർഷം മുമ്പ് ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 17% കൂടുതലാണ്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ദുബായ് ഗ്ലോബൽ വില്ലേജ് സീസൺ ഒക്ടോബർ 16 മുതൽ മെയ് 11 വരെ. കൂടുതൽ വൈവിധ്യമാർന്ന വിനോദ പരിപാടികളാണ് ഇത്തവണ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനം നടപ്പിലാക്കുന്നു. ജീവനക്കാർക്ക് സ്മാർട്ട് ഫോണുകൾ വഴി ഹാജർ രേഖപ്പെടുത്താം. ഇൻഡിഗോ എയർലൈൻസ് ബംഗളൂരുവിനും ജിദ്ദയ്ക്കുമിടയിൽ നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നു. സെപ്റ്റംബർ 30 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. UAEയിൽ പൊതുമാപ്പ് അപേക്ഷകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പിഴയിലും ഇളവ് അനുവദിക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമാണ് ഈ നടപടി. കുവൈറ്റിലെ കമ്പനികൾ ലൈസൻസ് പുതുക്കാനായി ഗുണഭോക്താവിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്തൊരു നാടുണ്ട്. കെനിയയിലെ പെൺഗ്രാമമായ ഉമോജയുടെ വിശേഷങ്ങൾ അറിയാം.
2000 വർഷത്തോളം പഴക്കമുള്ള ഒരു വിഭവം പരിചയപ്പെടാം. പരമ്പരാഗത ജാപ്പനീസ് വിഭവമായ സുഷി. ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.